ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലൈഫ് ഓഫ് അസ് പാലക്കാട്. ഈ ഒരു വ്ളോഗിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് പ്രത്യേകിച്ചൊരു ഇൻട്രോ ഇല്ല. സത്യം പറഞ്ഞാൽ അത് എടുക്കാനായിട്ട് പറ്റിയില്ല. റീസെൻ്റ് ആയിട്ട് കല്യാണം കഴിഞ്ഞ ആർവണ്ണനെയും വൈഫിനെയും വീട്ടിലേക്ക് വിരുന്ന് വിളിച്ചിട്ടുണ്ടായി. ഞങ്ങളുടെ ടീമിലെ ബാക്കിയുള്ള 3 ഫാമിലീസും കൂടിയിട്ടാണ് അത് സെറ്റാക്കിയത്. ശനിയാഴ്ച രാത്രിയായിരുന്നു പരിപാടികളൊക്കെ. കാര്യം ഞായറാഴ്ച അവർക്ക് വേറെ കുറച്ച് വിരുന്ന് സൽക്കാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ കാലത്ത് തന്നെ അവരെ ഫ്രീ ആക്കി വിടാന്നുള്ള മൈൻഡിൽ ഞങ്ങൾ ശനിയാഴ്ച രാത്രിയിലേക്ക് എല്ലാം സെറ്റാക്കി. അതൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങുമ്പോൾ തന്നെ നല്ലൊരു സമയമായിട്ടുണ്ടായിരുന്നു. കാലത്ത് എല്ലാവരും പതിയാണ് എണീറ്റത്. അവളെന്നെ മേക്കപ്പ് ചെയ്യണതിന് എന്നെ എടുക്കണത് എനിക്ക് കുറച്ച് ഗ്ലാമർ പിടിക്കും. എണീറ്റ് ഞങ്ങൾ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് ഉണ്ടാക്കും എന്നുള്ള ഡിസ്കഷനിലാണ്. മറ്റൊരു ഭാഗത്ത് ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉമ്മടിക്കണേ എന്തായാലും കേറുന്നുണ്ട്. സങ്കടപ്പെട്ടോ അവരിറങ്ങുന്ന മുന്നേ ഞങ്ങൾ സഡൻ ആയിട്ടൊരു പ്ലാൻ ചെയ്തു. ആക്ച്വലി ഇത് ഞങ്ങളുടെ അല്ല, ആർട്ടുവിൻ്റെ പ്ലാനായിരുന്നു. ആളെന്തായാലും ഫാമിലിനെ കൊണ്ടുപോയി വീട്ടിലാക്കാൻ വേണ്ടിയിട്ട് അട്ടപ്പാടിക്ക് പോകുന്നുണ്ട്. ആൾ ജോലി ചെയ്യുന്നത് കായംകുളത്താണ്. സോ അവിടുന്ന് തിരിച്ച് വന്നിട്ട് വേണം ഇനി കായംകുളം എത്താനായിട്ട്. അങ്ങനെ അവരുടെ യാത്രയിൽ ഞങ്ങളെയും കൂടെ ജോയിൻ ചെയ്യാനായിട്ട് വിളിച്ചു. ഇത് കേട്ടപ്പോൾ ആർവണ്ണനും മനുഷ്യയ്ക്കും ഭയങ്കര വിഷമം. അവർക്ക് കൂടെ വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ അവരെ ഒരു വഴിക്ക് സമാധാനിപ്പിച്ച് യാത്രയാക്കി ഞങ്ങൾ വേഗം റെഡിയായി ഫുഡൊക്കെ കഴിച്ച് വണ്ടിയിൽ കയറി. ഞാൻ ആദ്യമാണ് കേട്ടോ അട്ടപ്പാടിയിലേക്ക് പോകുന്നത്. ഇത് ഒരുപാട് വട്ടം പ്ലാൻ ചെയ്തിട്ടുള്ളൊരു ട്രിപ്പാണ്. എല്ലാവരും കൂടെ ആർട്ടുവിൻ്റെ വീട്ടിലേക്ക് പോകുക എന്നുള്ളത്. പക്ഷെ ഇതുവരെ നടന്നിട്ടുമില്ല. ഇതാണ് ഷർട്ട് വരുമ്പോ എങ്ങനെയാണ് സംഭവം. ഇങ്ങനത്തെ ഇതാണ് നമ്മുടെ സ്ഥിരം എര. എവിടെ വെച്ച് ആരെ എങ്ങനെ ട്രോൾ ചെയ്യാലും അവസാനം കറങ്ങി തിരിഞ്ഞത് ആളിലേക്ക് തന്നെ വന്നെത്തും. ഞങ്ങൾ എല്ലാവരും പാടെ കൂടിയാലും പിന്നെ സമയം പോകുന്നത് അറിയില്ല. ഈ ട്രോളിലും ചിരിയും മാത്രമേ ഉണ്ടാവുള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് വട്ടം തോന്നിയിട്ടുണ്ട് ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണെന്ന്. കാരണം എപ്പോഴാണെങ്കിലും ഏത് സമയത്താണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും ഇവരെ വിളിച്ചാൽ അവരവിടെ ഓടിയെത്തും. ഇവരൊക്കെ എനിക്ക് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് എന്നുള്ളതിനേക്കാളും ഉപരി എൻ്റെ ബ്രദേഴ്സ് തന്നെയാണ്. ഇത് വെറും ഒരു വാക്കിനായിട്ട് പറയല്ല. ഞങ്ങൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഫ്രണ്ട്സ് അങ്ങനെയല്ല കാണുന്നത്. ഞങ്ങൾക്ക് 8 പേർക്കും കൂടി ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്ത് സന്തോഷം ഉണ്ടെങ്കിലും ഓരോരോ കുഞ്ഞു കാര്യങ്ങൾ പോലും അതിലൂടെ ഷെയർ ചെയ്യും, അപ്ഡേറ്റ് ചെയ്യും. അങ്ങനെയൊക്കെയാണ്. അതുപോലെ തന്നെ കോൺകോളൊക്കെ ഇടുകയാണെങ്കിലും ചിരിച്ചൊരു വഴിയാവും. അതിനും മാത്രം ഒരാളെ അല്ലെങ്കിൽ പരസ്പരം ട്രോളി അങ്ങനെയൊക്കെയാണ്. ഇപ്പം ഇന്നലെ രാത്രി തന്നെ നല്ല രസമായിരുന്നു. എല്ലാവരും കൂടെ ഉള്ളത് കൊണ്ട് ഒരുമിച്ച് എല്ലാവരും കൂടെ കുക്ക് ചെയ്തു ഒരുപാട് സമയം വർത്താനം പറഞ്ഞിരുന്നു. ആർവൺ എബ്രോഡ് പോയ ശേഷം ഞങ്ങളുടെ മിക്ക മീറ്റപ്സിലും ആളുണ്ടാവാത്തത് കൊണ്ട് തന്നെ അനിശ്ചയം ഉണ്ടാവാറില്ല. ആ സമയത്ത് അവരുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാത്തിലും അവർ മിസ്സിങ് ആയിരുന്നു. ആ വിഷമമൊക്കെ തീർത്തത് ഇന്നലെ രാത്രിയാണ്. അവരും കൂടെ ആയപ്പോൾ സെറ്റ്. ഞങ്ങളുടെ ടീമിൻ്റെ കംപ്ലീറ്റ് അല്ലെങ്കിൽ ഫുൾ പാക്കേജ് റെഡി. ഈ ഒരു ഹാപ്പിനെസ്സും ബോണ്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഞങ്ങളിലൂടെയും അതുപോലെ തന്നെ ഞങ്ങളുടെ മക്കളിലൂടെയൊക്കെ ഒരുപാട് കാലം നിലനിന്ന് പോട്ടെ. എന്തൊക്കെയോ പറഞ്ഞ് കാടും മലയും ഹെയർപിൻ ബെൻസും ഒക്കെ കയറി ഞങ്ങളിതാ അട്ടപ്പാടി എത്തി. മണ്ണം പറ്റിയാവോ? അപ്പൊ പിന്നെ വെള്ളമായി കഴിഞ്ഞിട്ട് ചന്താക്കിട്ടോ കാണാൻ. വെള്ളമാണല്ലോ ഭയങ്കര. ഒരു കാറിൽ നിന്ന് ഇതിനും മാത്രം ആളുകളാണ് ഇറങ്ങി വരുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അത് ഞാൻ നേരത്തെ ഉള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങോട്ട് പോവുകയാണെങ്കിലും ഈ ഒരു കാറിനകത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ കയറിയിരിക്കും. ഞങ്ങൾ വീട്ടിലെത്തി. നീ വാ.
ഇതാണ് ഞങ്ങളുടെ മല ഗൈസ്. സ്വന്തം മലയാണ് ഗൈസ്. എന്താണ്? ഞാൻ കേട്ടില്ല. മല ഗൈസ്, സ്വന്തം മലയാണ് ഗൈസ്. അതെ, സ്വന്തമായിട്ട് മലയൊക്കെയുള്ള ആളുകളാണ് ഗൈസ്. നീ പിടിക്കണ്ട. മണ്ണിന്റെ കൂടെ പാറയുണ്ട്. അപ്പൊ ഉരുൾപൊട്ടലായിരിക്കും. പക്ഷെ ചട്ടപ്പാടിയില് ലാസ്റ്റ് നടന്ന ഉരുൾപൊട്ടല് കപ്പിന്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഹോംതോ അതിലില്ല, വെള്ളമില്ല, വെള്ളം. ആക്സിഡന്റ് കൊടുക്കാതിരിക്കല. എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോയ ഇവർ ആകെ മൊത്തത്തിൽ ലോക്കായി. വണ്ടിയുടെ ടയർ ഇങ്ങനെ ചെളിയിൽ കുടുങ്ങി. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ തിരിച്ചു വന്നത്. വെള്ളം കുടിച്ചില്ലല്ലോ. ഇത് ആർട്ടോന്റെ അച്ഛനും അമ്മയാണ് കേട്ടോ. അവരുടെ വീട്ടിലുണ്ടായ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുകയാണ് നമുക്ക് വേണ്ടിയിട്ട്. ഉണ്ടാക്കുകയല്ല, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചക്ക മുറിക്കുന്ന പരിപാടിയിലാണ്. പിന്നെ അച്ഛനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. തന്ത വൈബ് അല്ല, വൈബ് തന്ത എന്നൊക്കെ പറയില്ലേ, അതാണ് ഐറ്റം. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ വീട്ടിൽ ആർട്ടോന്റെ അമ്മാമ്മയും അതുപോലെ തന്നെ കസിനും ഒക്കെ ഉണ്ടായിരുന്നു. ഹലോ ഗൈസ്, ഇതാണ് ഗൈസ് എൻ്റെ വീട്. മതിയോ? കുറച്ച് കഴിച്ചു ആശംസകൾ. ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്ത് നല്ല അടിപൊളി മഴ തുടങ്ങി. അവിടെ ആക്ച്വലി ഒരു മലയായിരുന്നു ഗൈസ്. ഇപ്പൊ നല്ല പോലെ കോട മൂടി കിടക്കുന്നുണ്ട്, ഒന്നും കാണാനായിട്ട് പറ്റുന്നില്ല. കോട നോക്ക് പോയിട്ട് അവിടെ നിന്ന് എടുക്കണം.
ഓണാക്കി ടൈം ലാപ്സ് ഓണാക്കിട്ട് അങ്ങനെ വെക്കണം. ഓൾറെഡി 2 പ്രാവശ്യം ജയിച്ചിട്ടുണ്ട്. നല്ല എരിയുന്നുണ്ട്. അവിടെ ജയിച്ചിട്ടുണ്ട്. അതേ ഡയലോഗ്. നിന്റെ ചേച്ചി പറഞ്ഞാൽ അവന്റെ അനിയത്തിയോ. എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ടെറസിൻ്റെ മുകളിലേക്ക് കയറി കുറച്ചുകൂടെ നല്ല വ്യൂ കിട്ടാനായിട്ട്. സ്റ്റേ ചെയ്യണം. ഈ സാധനം ഉണ്ടോ? നല്ല കോട ഉണ്ടാവും, വഴിയിലൊക്കെ കോട ഉണ്ടാവും. അവിടെ നിന്നാണ് വെള്ളം അടിച്ച് മോട്ടർ അടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ ടാങ്കിലേക്ക് ഈ ടാങ്കിലേക്ക് വെള്ളം കയറുന്നു. ഇപ്പോൾ കുഴൽക്കിണർ നമ്മൾ കാറ് നിർത്തിക്കുന്നുണ്ടാവും. അവിടെ കുഴൽക്കിണറുണ്ട്, താഴത്തെ ഒരു കാറ് എത്തി നമ്മുടെ സ്ഥലം നിന്നാ അവിടെ നിന്ന് അങ്ങനെ അതിൻ്റെ വെള്ളം കയറി ഇതിലേക്ക് വെള്ളം വരും. വെള്ളം ടേസ്റ്റ്. ശരി വരി അച്ഛാ, നമുക്കൊരു ഫോട്ടോ എടുക്കാം. ഇത് മതിയാ? ഇവിടെ വരി, അങ്ങനെ ഫോട്ടോ എടുക്കാം നമുക്ക്. ഇവിടെ നോക്കടി, ഇവിടെ നോക്ക്. യേശു ചിരിപ്പിക്ക്. Bye guys, for 10 minutes, okay? ഓക്കെ അതെ അതെ, അതും നടപ്പുണ്ട്. അതും സപ്പോർട്ട് ചെയ്തറിയില്ലേ? ആദ്യമായിട്ട് യേശു ബാലൻ സപ്പോർട്ട് ചെയ്ത്. തള്ളില്ല തല്ലും. തരാട്ടോ. നീ വരുന്നില്ല. ഓക്കെ ശരി മാ. ശരി. സന്തോഷം ഞങ്ങളുടെ മല കിട്ടിയോ? നേരെ കിട്ടണം. ഇവിടെ എടുത്തു. ഇതിന്റെ മലയുടെ പേര് പറഞ്ഞില്ല മോളെ? കുരങ്ങൻമല. കുരങ്ങൻമല നിങ്ങളുടെ മലയാ? സ്വന്തം. ആ വെറുതെ അല്ല പറഞ്ഞിട്ട പേരാ. അവരോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ആദ്യമായിട്ട് അട്ടപ്പാടിക്ക് വന്നത്. ഇവിടെ എടുത്തു പറയേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, ആർട്ടൂൻ്റെ അച്ഛൻ വൈബ് മനുഷ്യനെയാണ്. പരിചയപ്പെട്ട ആരും പിന്നീട് മറക്കുന്നു എനിക്ക് തോന്നുന്നില്ല. പിന്നെ അമ്മയുടെ ഫുഡ് ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നു. ഞങ്ങളൊരു 4-5 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇറങ്ങിയെങ്കിലും ഇപ്പം തന്നെ കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഉള്ളവരുടെ ഡ്രൈവിംഗ് സ്കില്ല് സമ്മതിക്കണം എന്ന് എനിക്ക് തോന്നി. കാര്യം R2 പറഞ്ഞത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി അടുത്തെത്തി കഴിഞ്ഞാലാണ് നമുക്ക് കാണാൻ പറ്റുക എന്നാണ്. അത്രത്തോളം മഞ്ഞ് മൂടും എന്നാണ് പറയുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഒരു വൈകിട്ടുള്ള സമയം. അതുപോലെ തന്നെ ആ മഞ്ഞും തണുപ്പും. നമ്മൾ പാലക്കാട്ടുകാർക്ക് ഇതൊക്കെ വലിയ കാട് തന്നെയാണല്ലോ. അപ്പോൾ അതിലൂടെയുള്ള യാത്രയും എല്ലാം കൂടെ അടിപൊളിയായിരുന്നു. എന്തിനാണ് ഊട്ടിക്കും കൊടൈക്കനാലും അതുപോലെ തന്നെ മൂന്നാറൊക്കെ പോയിട്ട് നമ്മൾ സ്റ്റേ ഒക്കെ അടിച്ച് ക്യാഷ് ചിലവാക്കുന്നത്? ഇവിടെ വന്നാൽ മതി. സെയിം വൈബും അതുപോലെ തന്നെ തണുപ്പും ഹിൽ സ്റ്റേഷൻസും വ്യൂസും വ്യൂ പോയിന്റ്സും കാര്യങ്ങളും എല്ലാം ഇവിടെ സെറ്റാണ്. തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ കുറേ സ്ഥലങ്ങളിൽ വണ്ടിയൊക്കെ നിർത്തി പിക്സൊക്കെ എടുത്തു. കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് വന്നത്. അങ്ങോട്ട് പോകുമ്പോൾ അതിന് പറ്റിയിട്ടുണ്ടായില്ല. കാര്യം തിരിച്ച് എത്ര മണിക്ക് ഇറങ്ങും എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലായിരുന്നു. അപ്പൊ ഇവിടെ നിന്നാണ് ഫോട്ടോ എടുക്കണ്ടേ? മൂടിയിരുന്നേ ഇപ്പൊ മൂട്ട് കഴിഞ്ഞല്ല. ആ പോയി ചെക്കൻ. ഇതല്ല ശരിക്കും വെള്ളച്ചാട്ടം. ഞാൻ പറഞ്ഞു ഇതിന്റെ മുഖത്ത് എപ്പോഴും ആനുണ്ട് കൂട്ടാ. എന്റെ ഹൈറ്റില് ഇവിടെയാണ് മെയിൻ ആനത്താവളം. പ്രതീക്ഷിക്കാം, എപ്പോ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. അതായത് പകല് പോലും. പക്ഷെ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. ചുമ്മാ മേലൊന്നും തിന്നുകൊണ്ട് അങ്ങനെ നിൽക്കണമെന്നുള്ളത്. കണ്ണാടി നോക്കുമ്പോൾ പേടിക്കും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഗൈസ് ഞങ്ങളുടെ ഒരു ദിവസത്തെ അട്ടപ്പാടി യാത്രാ വിശേഷങ്ങൾ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടിൽ ദെൻ ബൈ ബൈ.